ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എസ്തർ എന്ന പ്രാർത്ഥന ചാനലിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അല്പസമയം നമുക്ക് കുടുംബങ്ങൾക്ക് വേണ്ടിയും ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഈ പ്രാർത്ഥന പങ്കെടുത്ത് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെ വിഷയത്തിലും ദൈവം അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം നിശ്ചയമായി ദൈവം അത്ഭുതം ചെയ്തിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. സ്തുതിക്കുന്ന നല്ലവൻ വിശ്വസ്തനും വാക്കുമാറാത്ത ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ തക്കണം പുത്രത്തിൻ്റെ ആത്മതന്ന നാഥ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്ന കർത്താവേ. കർത്താവേ, ആരൊക്കെയാണോ ഈ ചാനലിലേക്ക് കടന്നു കർത്താവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന അവിടെ ഏത് ആവശ്യത്തിനായി കർത്താവേ നിൻ്റെ ഈ പ്രാർത്ഥന കേൾക്കുന്നു, ആ വിഷയത്തിന് കർത്താവ് മറുപടിയുമായി അവർ നിറഞ്ഞു ചെല്ലമേന്ന് പ്രാർത്ഥിക്കുന്ന അത്ഭുതം ചെയ്യണമെന്ന് കർത്താവേ. എല്ലാ കുടുംബങ്ങളും രക്തത്താലും വചനത്താലും മുദ്രയിട്ട് കാവളിച്ചിൻ്റെ കുടുംബങ്ങളായിരിക്കുന്ന സ്ഥാനം രക്തക്കോട്ടയ്ക്ക് മറിക്കണമേ കർത്താവേ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്ഥാനത്തെ ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങുന്ന വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കർത്താവെ പരിവർത്തിപ്പാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടെ ഞങ്ങളോട് കരുണ ചെയ്യണം, കൃപ ചെയ്യണം, മനസ്സിലെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. അവങ്കിലേക്ക് നോക്കിയൊരു പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോകുന്ന വചനം പറയുന്നത് പോലെ ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ സന്നിധിയിൽ കടന്ന് നിൻ്റെ മുഖം അന്വേഷിക്കുന്ന പിതാവെ. ആര് ലജ്ജിപ്പാൻ അപ്പച്ചാ നീ അനുവദിക്കില്ലേ എന്ന് പ്രാർത്ഥി. നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ നിനക്ക് ഉത്തരം തരുമെന്ന് പറഞ്ഞ കർത്താവെ, ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ വിളിച്ചപേക്ഷിക്കുന്ന ഓരോ വിഷയത്തിനുമേ നീ മറുപടി അയക്കണമെന്ന് പ്രാർത്ഥി. പ്രത്യേകിച്ച് ഈ സന്ധ്യായാമത്തിൽ കർത്താവെ സകല കുടുംബത്തെ നിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു, വ്യക്തികളായി കുടുംബങ്ങളായി ഏൽപ്പിക്കുന്നു, തലമുറകളായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുന്ന് പരിപാലിക്കണമെന്നും പ്രാർത്ഥിക്കും കർത്താവെ. ഭാരത്തോടെ ദുഃഖത്തോടെ വേദനയോടെ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ കടന്നു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പരിശുദ്ധനെ ആ വിഷയത്തിന് കർത്താവ് മറുപടി കൊടുക്കണമെന്നും ഏത് വിഷയത്തിന് ഭാരത്തോടെ ഇരിക്കുന്നോ ആ വിഷയം കർത്താവ് ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവരുടെ വിഷയത്തിന് അത്ഭുതം ചെയ്യണമെന്നും പ്രാർത്ഥിക്കും കർത്താവെ. കർത്താവെ, അനേകം പേർ കണ്ണുനീരിൻ്റെ കടപ്പാരങ്ങൾ സമാധാനമില്ലാത്ത അസ്വസ്ഥത അവസ്ഥകളായിരിക്കുന്നു കർത്താവെ. ദൈവമേ, അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോലി കർത്താവെ, സാമ്പത്തിക വിഷയത്തിനുമേൽ ഭാരപ്പെടുന്നവരെ വിടുവിക്കണമേ കർത്താവ്. തലമുറയെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ടപ്പാ, അവരൊക്കെയും കർത്താവ് വിടുവിച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പരിശീലനം അവരുടെ വിഷയത്തിനുമേ ദൈവത്തിൻ്റെ കരം ഇറങ്ങി പ്രവർത്തിക്കണമേ കർത്താവെ. സകല പൈശാചിക മണ്ഡലങ്ങളെ തകർത്തുകൊണ്ട് സ്വർഗത്തിലെത്തി ആ കുടുംബങ്ങളെ മേലെ വ്യക്തി ജീവിതം മേലെ ഇറങ്ങി പ്രവർത്തിപ്പാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധനെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം മഹത്വം മഹത്വം മഹത്വം. രാജാതി രാജാവേ മഹത്വം, കർത്താതി കർത്താവേ മഹത്വം, പരിശുദ്ധനെ മഹത്വം ചെയ്തു കർത്താവേ. അപ്പോൾ നിൻ്റെ സാന്നിധ്യത്തിൽ രോഗികളെ സൗഖ്യപ്പെടുത്തണമേ, സമാധാനമില്ലാത്തടത്ത് സമാധാനത്തെ അയക്കണമേ കർത്താവേ. മദ്യത്തിന് മയക്കുമരുന്ന് മറ്റ് ദൂഷ്യങ്ങളായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അതിൽ നിന്ന് കർത്താവെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കുടുംബങ്ങൾ ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. പിന്മാറ്റത്തിലായിരിക്കുന്ന സഹോദരങ്ങൾ മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ജപ്തി നോട്ടീസിൻ്റെ വഴിയിലായിരിക്കുന്ന കുടുംബങ്ങളെ വിടുവിക്കണമേ കർത്താവെ. ദൈവമേ, ആ ഭവനങ്ങളെല്ലാം കർത്താവെ അവിടെ നിന്ന് ആ പൈസ അടയ്ക്കാനുള്ള മുഖാന്തര വഴികളും പിതാവ് ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധനെ. ലോണുകൾക്കായി അപേക്ഷിക്കുന്നവരുണ്ട് കർത്താവെ, ഭവനം പടി നടത്തുന്നവരുണ്ട് കർത്താവെ. ഭവനത്തിൻ്റെ പണികളൊക്കെ